நிறைய பேர் വിചാരിക്കുന്ന ടെൻഷൻ സ്ട്രെസ് രണ്ടേയും ഒന്നെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് കാസ്, സ്ട്രെസ് എന്ന് പറയുന്ന റിസൾട്ട് ഓഫ് ദി ടെൻഷൻ. ഇപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതലേ ടെൻഷനായി. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ടെൻഷനാവും, വയസ്സാവും ടെൻഷനാവും. ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പോയാൽ മുകളിലുള്ളവർ പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായ ടെൻഷൻ ഉണ്ടാവും. താഴോട്ടുള്ള ആളുകളടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് അത് செயல்படுത്തണമെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് വൈഫ് തന്നെ വലിയ സോഴ്സ് ഓഫ് ടെൻഷനായിരിക്കും. ചില ആളുകൾ ഹസ്ബൻഡ് സോഴ്സ് ഓഫ് ടെൻഷൻ. ചിലത് പറഞ്ഞാൽ കേൾക്കാതെ കുട്ടികൾ ടെൻഷൻ. സ്കൂൾ ടീച്ചേഴ്സിനാകുമ്പോൾ സ്റ്റുഡൻസിൽ ഇപ്പോൾ ചിലവിധ സ്റ്റുഡൻസ് വരും. അതിൽ ചില സ്റ്റുഡൻസ് വഴിയായിട്ട് ടെൻഷൻ ഒരുപാട് ഉണ്ടാവും. ഹെഡ് മാസ്റ്റർ എടുത്തുനിന്നും ഉണ്ടാവും. ബസ്സിൽ കണ്ടക്ടർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. പലവിധ ഇതുണ്ടാവും. ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ പല സ്ഥലങ്ങളിലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ദേഹത്തിൽ ഏർപ്പെടുന്ന മാറ്റം എന്നാണ് സ്ട്രെസ്സ്. ഉദാഹരണമായിട്ട് എന്തെന്ന് വെച്ചാൽ സ്ട്രെസ്സ് കയറി കഴിഞ്ഞാൽ നെർവ്സ് വന്ന് ടൈറ്റാവും. നെർവ്സ് ടൈറ്റാകുമ്പം എനർജി വന്ന് വേസ്റ്റാവും. ഇപ്പം നമ്മൾ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന എനർജി ചിലവാകുന്നു. ഇങ്ങനെ ഇറക്കി കുറച്ച് നേരം പിടിച്ചാൽ കൈ എനർജി അത് ടയർഡാവും. നെർവ്സ് വഴി അത് പുറത്ത് പോകും എനർജി, പ്രാണശക്തി. അതേമാതിരി നെർവസ് സിസ്റ്റം വന്ന് ടൈറ്റാകുമ്പോൾ വന്ന് എനർജി ഫ്ലോ ഇൻ ദി ബോഡി, ബയോ കറണ്ടാണ് നെർവസ് സിസ്റ്റം വഴിയായിട്ട് ഫ്ലോ ആകുന്നത്. അപ്പോൾ അതിൽ ഒരു കുറപാടും ഉണ്ടാവും. അടുത്തത് ബ്ലഡ് വെസൽസ് ഇങ്ങനെ നോർമൽ ഇങ്ങനെ ചുരുങ്ങി പോകും. ഈ ബ്ലഡ് വെസൽ ചുരുങ്ങുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ചാൻസസ് കൂടുതൽ. കാരണം വെച്ചാൽ നോർമലാ ഒരു ബ്ലഡ് വെസൽ അതിനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിൽ 30% 35% വരെ ബ്ലോക്ക് എല്ലാവർക്കും ഉണ്ടാവും. കൊളസ്ട്രോൾ ബ്ലോക്ക് എല്ലാവർക്കും ഉണ്ടാവും. 35% വരെ ഉണ്ടാവും. അതേ ബ്ലഡ് വെസൽ ഈ ടെൻഷൻ ഉണ്ടാകുന്ന സ്ട്രെസ്സ് അത് കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഡയമീറ്റർ ഇങ്ങനെ ചുരുങ്ങുമ്പോൾ സെയിം 35% ബിക്കംസ് 60% 80% എന്നാ ആയിപ്പോവും. അപ്പോൾ എന്തോന്ന് ഹാർട്ട് സർജറിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടെൻഷനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് വന്ന് പാർട്ട് ഓഫ് ലൈഫ്. കടലിൽ തിരമാലകളെ വന്ന് നിർത്തിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വരും. അതേമാതിരി നിങ്ങൾ വന്ന് സ്ട്രെസ് എന്ന് പറയുന്ന റിസൾട്ട് നിങ്ങൾ വന്ന് കൺട്രോൾ ചെയ്യാം. അതായത് സ്ട്രെസ്സിലും പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്. യു സ്ട്രെസ് എന്ന് പറയും. അടുത്തത് ഡിസ്ട്രെസ്. അത് ഡിസ്ട്രെസ്സാണ് മെയിനായിട്ട് എല്ലാവരും സ്ട്രെസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് സ്ട്രെസ് ആരും പറയുന്നില്ല. അതും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അപകടമാണ്. സന്തോഷമായിരിക്കണം. ഓവറാ ചിരിച്ചാലും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. ചിലപ്പോൾ ഓവറാ സന്തോഷപ്പെട്ടാലും ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്ട്രീം ഒരു പെർസെൻറ്റേജ്, ലീസ്റ്റ് പെർസെൻറ്റേജ് ആണ്. മെയിനായിട്ട് പോസിറ്റീവ് സ്ട്രെസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ബ്ലഡ് വെസൽസ് റിലാക്സ് ആവും, ബ്ലഡ് സർക്കുലേഷൻ റിലാക്സ് ആവും, ബ്രീത്തിങ് റിലാക്സ് ആവും. ഇങ്ങനെ പല ഇതുകളും യൂസ് ചെയ്തത്. ബ്രീത്തിങ് വന്ന് നല്ല ഫ്രീ ആയി നല്ല ഡീപ്പ് സ്ലീപ്പ്, ഉറക്കത്തിൽ നല്ല കൊറട്ട വിട്ടിങ്ങനെ കൂർക്കം വലിക്കും. അപ്പോൾ ഈ കൂർക്കം വലിക്കുമെന്ന് നോക്കിയാൽ മതി, ലങ്സ് ഫുൾ ആക്ഷനിലിരിക്കുകയാണ്. നല്ല ഫുള്ളാശ്വാസം വലിച്ചിട്ടാണ് കൂർക്കം വിടുന്നവർ ചെയ്യുന്നത്. അത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒരു അവസ്ഥയിൽ ലങ്സ് 100% വർക്കാവുകയാണ്. 100% വർക്കാണ്. അതേസമയം ഒരു ഉറക്കം വിളിക്കുമ്പോൾ എന്ന് വെച്ചാൽ അന്നത്തെ കാര്യങ്ങൾ, ഇന്ന് എവിടെ പോകണം, ഓഫീസിൽ പോകണം, ഇത്ര മണിക്ക് ഇത് ചെയ്യണം, ഇങ്ങനെ അന്ന് മൈൻഡിൽ വന്ന് ലോഡാകുമ്പോൾ ഈ സ്ട്രെസ്സ് ആ ബ്രീത്തിങ് കപ്പാസിറ്റിയെ കുറയ്ക്കും. ഫുൾ ബ്രീത്തിങ്ങിനുള്ളത് അങ്ങനെ ചുരുങ്ങി വന്ന് നോർമല 33 1/3 ബ്രീത്തിങ്ങാണ് നടക്കുന്നത്. ലങ്സിന് വന്ന് 4.5 ലിറ്റേഴ്സ് കാറ്റ് വലിക്കാനും പുറത്ത് വിടാനുമുള്ള കഴിവുണ്ട്. പക്ഷേ എല്ലാവർക്കും 1.5 ലിറ്ററാണ് നോർമൽ നടക്കുന്നത്. ഓവർ സ്ട്രെസ് ആകുമ്പോൾ ബ്രീത്തിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ബ്രീത്തിങ് സ്റ്റോപ്പ് ആകുമ്പോഴാണ് അവർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഈ ലങ്സിനും ഹാർട്ടിനും അതിൻ്റെ സ്പീഡ് സെയിമാണ്.
ഹാർട്ട് റേറ്റ് എത്രയാണ് അത് കണക്കാക്കിയുള്ള സ്പീഡിലാണ് ലങ്സ് വർക്കാവുന്നത്. ലങ്സ് സ്ലോ ഡൗൺ ആയാൽ ഹാർട്ട് ബീറ്റും സ്ലോ ഡൗൺ ആവും. ഒരുപാട് പേര് സ്ട്രെസ് റിലീവ് ചെയ്യുന്നത് ഹാർട്ട് ബീറ്റ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ ലങ്സിനെ വന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ ലങ്സ് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ എക്സലേഷൻ. പ്രാണായാമം എന്ന് പറഞ്ഞാൽ നിറയെ പേര് പൂരകം ഈസിയാണ്, എല്ലാവർക്കും വലിക്കാൻ പറ്റും. കുംഭകം കഷ്ടപ്പിടിച്ച് വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം. പക്ഷേ രേശകം അത് പുറത്ത് വിടുന്നതാണ് ശ്രമം. അതുപോലെ പുറത്ത് വിടുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ വലിക്കുന്നു വെച്ചിട്ട് പുറത്ത് വിടണമെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇപ്പം ഞാൻ പുറത്ത് വിടുകയാണ്. ഇപ്പം എന്താ വെച്ചാൽ ഇത്ര സമയമെടുത്ത് പുറത്ത് വിടണമെങ്കിൽ നിങ്ങൾ ഡയഫ്രം കൺട്രോളിലിരിക്കണം. ഡയഫ്രത്തെ പതുക്കെ ഇങ്ങനെ റേസ് ചെയ്താൽ സ്ലോ ബ്രീതിങ് വരും. വെറും ലങ്സ് മാത്രം കൺട്രോൾ ചെയ്താൽ ഇവിടെ അടച്ചു പിടിക്കുന്നതുകൊണ്ട് കുംഭകം വരില്ല. ഒരു ഡയഫ്രം മൂവ്മെൻറ്റ് അതിനെ ബ്രേക്ക് ഇട്ട് സ്ലോവാக കൊണ്ടുവന്നാൽ സ്ട്രെസ് മാറും. അപ്പോൾ സ്ലോ ബ്രീതിങ് ക്യാൻ റിലീവ് സ്ട്രെസ്. സ്ലോ ബ്രീതിങ്, വെരി വെരി സ്ലോ ബ്രീതിങ് അത് സ്ട്രെസ് കൊണ്ടുവരും. നമ്മൾ ഫുൾ പ്രാണായാമത്തിൽ അനലോമ വിലോമ വന്ന് എല്ലാവരും 4 വലിക്കുക, 16 പിടിക്കുക, 8 വിടുക. അത് വന്ന് 4ൽ 1. ആക്ച്വൽ അനലോമ വിലോമ 16 കൗണ്ടിന് വലിച്ച് 64 കൗണ്ടിന് പിടിച്ചു വെച്ച് 32 കൗണ്ടിന് പുറത്ത് വിടണം. 32 കൗണ്ടിന് പുറത്ത് വിടുന്നതാണ് പാട്. അത് വലിക്കുന്ന 16 വലിക്കാം. കൺട്രോൾഡ് ബ്രീത്തിങ്. കമ്പൽ ചെയ്ത് ടെൻഷൻ വയ്ക്കാം. പക്ഷേ വിടുമ്പോഴാണ് 32 കൊണ്ടുപോകും. അതിന് മുമ്പ് അത് പിച്ചിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ ഡയഫ്രം കൺട്രോൾ വേണം. ഈ ഇതാണ് ഫുൾ അനലോമ വിലോമ. ഇത് ചെയ്താൽ സ്ട്രെസ് പോകും. ഓക്കെ, റൈറ്റ്. അടുത്ത അബ്ഡോമിനൽ ബ്രീത്തിങ്. അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറയുന്നത് നിലത്ത് ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ചെയ്യുന്നതാണ്. അബ്ഡോമിനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കാറ്റ് വലിക്കണം. വലിക്കുമ്പോൾ ഒന്ന് ലോയർ പോർഷൻ ഓഫ് ലങ്സിന് കാറ്റ് പോകും. എന്നിട്ട് പതുക്കെ വിടണം. അബ്ഡോമിനെ ചുരുക്കണം, കാറ്റ് പുറത്ത് പോകണം. ഇങ്ങനെ ഈ ബ്രീതിങ്ങിൽ സ്ട്രെസ് നല്ല റിലീവ് ആവും. അതിൻ്റെ ഡയഫ്രം മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ, ഡയഫ്രം മൂവ്മെൻറ്റ്. കപാലഭാതിയും ശരി, കപാലഭാതിയും സ്ട്രെസ് റിലീവ് ചെയ്യും. പക്ഷേ കപാലഭാതി കണ്ടിന്യൂസ് 30 ടൈം ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ചില ഓവറാ ചെയ്താൽ പ്രസ് കയറും. കപാലഭാതി ഓരോരുത്തരുടെയ ശേഷി കണക്കാക്കി ചെയ്യണം. എന്നാൽ സ്ട്രെസ് റിലീവ് ആകും. അതേസമയം അളവിന് കൂടുതലായി ചെയ്താൽ സ്ട്രെസ് കയറും. ഇത് ഓർമ്മിച്ചിട്ടുണ്ട്. ചില യോഗ ആചാര്യന്മാർ അറിയാതെ തന്നെ 100 വരെ അങ്ങനെയൊക്കെ ചെയ്യാൻ 30 ടൈം, 30 കൗണ്ട് ഇത് കപാലഭാതി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കണം. അങ്ങനെ തിരിച്ചും ചെയ്യണം. ഇനി 30 കണ്ടിന്യൂസ് 100 ചെയ്താൽ BP കയറും. അതാണ് എന്നുവെച്ചാൽ ഫോഴ്സ്ഫുൾ ബ്ലഡ് സപ്ലൈ ടു ഹെഡ് ഉണ്ടാകും. കപാലഭാതി, കപാലത്തിന് ബ്ലഡ് സർക്കുലേഷൻ അത് ഓവറായ സപ്ലൈ ആയാലും BP കയറിപ്പോകും. അപ്പോൾ നോർമൽ കൗണ്ടിൽ ചെയ്ത് ഡയഫ്രം മൂവ്മെൻറ്റ് ചെയ്യുമ്പം എന്തെന്ന് വെച്ചാൽ ആൾ നെർവസ് സിസ്റ്റം ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഡയഫ്രം. അപ്പോൾ അത് ഒന്ന് റിലീവ് ആകും. ഡയഫ്രത്തിൽ നിന്ന് കണക്റ്റ് ആയിട്ടുള്ള നെർവ്സ് സെർവിക്കൽ ബോൺസിൽ നിന്നും ലോയർ ലംബാറിലും കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മൂവ്മെൻറ്റ് ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് എല്ലാത്തിനും എനർജി കിട്ടും. ഇങ്ങനെ സ്ട്രെസ് ഇത് ചെയ്യാം. ഇതുപോലെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. സ്ട്രെസ് റിലീവിൽ വന്ന് സെഗ്മെൻ്റൽ റിലാക്സേഷൻ, സൈക്ലിക് മെഡിറ്റേഷൻ, ഇങ്ങനെ ഒരുപാട് ടെക്നിക്ക്. അതൊക്കെ ഞാൻ ക്ലാസ്സായി എടുക്കുകയാണ്. ആ ക്ലാസ് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഈ 20 മിനിറ്റിനകം BP ഡൗൺ ആകും. അത് പലർക്കും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാർട്ട് പേഷ്യൻറ്റ്, ബൈപ്പാസ് സർജറി ചെയ്തവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. IT പ്രൊഫഷണൽസ് എല്ലാം സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇത് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇത് വന്ന് ഒരു ഹാഫ് ഡേ 2 hours ചെയ്താൽ മതി. കണ്ടോ, അത് വീണ്ടും വീട്ടിൽ ചെയ്യുമ്പോൾ ഉറക്കം വരാത്തവർക്ക് ഉറക്കം വരും. സ്ലീപ്പ് മാനേജ്മെൻറ്റും കിട്ടും. ഇൻറ്റേർണൽ ഓർഗൻസ് എനർജി ഫ്ലോ ഉണ്ടാകും. ഇൻറ്റേർണൽ ഓർഗൻസിന് എല്ലാത്തിനും ഒരു എനർജി ഫ്ലോ ഉണ്ടാകുമ്പോൾ സ്ട്രെസ്സിൻ്റെ പിടിയിൽ നിന്ന് എല്ലാം റിക്കവർ ആകും. എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിന് എനർജി കിട്ടും. അതിന് ഹോമിയോസ്റ്റാറ്റിക്സ് എന്ന് പറയും. അത് എനർജി ഫ്ലോയ്ക്ക്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, ബവൽ മൂവ്മെൻറ്റൊക്കെ ക്ലിയർ ആവും. കാരണം എന്ന് വെച്ചാൽ
ഈ ഡയഫ്രം മൂവ്മെൻറ്റ് അതിനെ യൂസ് ചെയ്തുള്ള ബ്രീതിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫുഡ് കറക്റ്റ് ടൈമിന് ശ്രമത്തിൽ നിന്ന് ഇൻഡസ്ട്രീൻ ലാർജ് ഇൻഡസ്ട്രീൻ പോകും. ഇങ്ങനെ സ്ട്രെസ്സ് കൊണ്ടുള്ള ബാധിപ്പുകളൊക്കെ മാറും. ഇതിനുള്ള പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കുന്നത് കൊണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.